ഹലോ, വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ പോവാട്ടോ. നല്ല കറ് മുറാന്നിരിക്കും. സാധാരണ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചേറെ അരിപ്പൊടിയും, പിന്നെ കുറച്ച് കുരുമുളകും, പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും, പിന്നെ കായപ്പൊടി. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ കായപ്പൊടി. പിന്നെ കായപ്പൊടി ഇട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി എന്തോരം ഇടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല കറ് മുറാന്നിരിക്കും. അപ്പോൾ നമുക്ക് അരിപ്പൊടി ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും പ്രശ്നമില്ല. അടുത്തതാ ഈ മാവ് നമുക്ക് നന്നായിട്ട് തിക്കായിട്ട് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എടുക്കാം. അത് നമ്മൾ ഇത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ. അപ്പോൾ ഇത് പുഴുങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു ചൂട് ഇതിനകത്തോട്ട് പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് വെന്ത് പോയി കഴിഞ്ഞാലും ഇത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് വേവിച്ചുമില്ല. എന്നിട്ട് ഇതാ ആ മിക്സിനകത്തോട്ടിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓരോരോ ഇതായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വലിയ ഫാനാകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് സൂപ്പറാണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ എല്ലാം നമുക്കിട്ട് നന്നായിട്ട് മൊരിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിളല്ലേ, ഒത്തിരി പാടൊന്നും ഇല്ലല്ലോ ചെയ്യാൻ വേണ്ടി. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രസമായിട്ട് നല്ല കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് കളറ് വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ അത്ര കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ മുളക് പൊടി തന്നെയാണ്. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ് കറ് മുറാന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വരട്ടെ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ടേസ്റ്റാണ്, അത്ര ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പർ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കി കണ്ടില്ലേ വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമില്ലേ. അപ്പോൾ ഇതാ നമ്മൾ സോസും കൂട്ടി കഴിക്കാൻ പോവാം. ഇങ്ങനെ നമ്മൾ ആ സോസ് എടുത്ത് കണ്ടില്ലേ അത് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയാമോ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.